അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആ ഉടായ്പൊക്കെ അവിടെ ഇരിക്കുക. എവിടേക്കാണ് ഊതിയത്? മറിയമിലേക്ക് ഊതി. ആണോ? ഒരു വാക്ക് കാണിച്ചത് മറിയമ്മിലേക്ക് ഊതി എന്നുള്ളത് ആ ആയത്തിൽ കാണിച്ചേ. മറിയമ്മിലേക്ക് ഊതി എന്നുള്ളത് ആ ആയത്തിൽ കാണിക്കും. വേറെ ആരും ഉണ്ടല്ലേ പ്ലീസ്. എടുക്ക, ആയത്തെടുക്ക്. മറിയമ്മിലേക്ക് ഊതി എന്ന് എനിക്ക് കാണിച്ചു തരണം. അറബി വാക്ക് മറിയമ്മിലേക്ക് എന്നുള്ള അറബി വാക്ക് കാണിച്ചു തരണം. വേറെ ഒന്നും വേണ്ടില്ല. ആയത്തോ കണ്ടുപിടിക്ക്, നിങ്ങളുടെ കിതാബിലുള്ളതാ. 21:91. 66-12 എവിടെ എടുത്തത്? നോ, 20. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. 66-12 എടുത്തോ. 21:91 എന്റെ അടുത്ത് വായിക്കാനല്ലേ പറഞ്ഞത്? അല്ല, ഒരു മിനിറ്റ് മിനിറ്റല്ലേ. നഹാസിന് ഇപ്പൊ ഏതാ വായിക്കേണ്ടത്? 21:91 വായിച്ചു. നഹാസ് 21:91 വായിച്ചോ. എനിക്ക് വായിക്കേണ്ടത് 66-12 എന്റെ സംശയം അതിൽ നിന്നാണ്. അതല്ലേ ഞാൻ റെഫറൻസ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പറയാനും വയ്യ, കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. നഹാസ് കേൾക്കൂ, ഞങ്ങൾ പറഞ്ഞ ആയത്ത് ഇന്നതാണ്. ഫർജഹയിലേക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നേരത്തെ. വെയിറ്റ് ചെയ്യൂ. ആരും മിണ്ടല്ലേ, സത്യപ്രദർ ഒരു മിനിറ്റ് പ്ലീസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഫർജഹയിലേക്ക് ഊതി എന്ന ആയത്ത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ നഹാസ് പറഞ്ഞു അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഫർജഹയിലേക്ക് ഊതിയ ആയത്ത് നഹാസിനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നഹാസ് പറഞ്ഞു ഏതോ ആയത്തിലുണ്ടെന്ന് പറഞ്ഞു. നഹാസ് ആ ആയത്ത് വായിക്ക്. ഫർജഹയിലേക്ക് ഊതി എന്നുള്ള ആയത്ത് ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഡീൽ? 21:91 അല്ലതി അഹ്സനത്ത് ഫർജഹ ഫനഹ്നാ ഫീഹാ മിൻ റൂഹിനാ വജഅൽനാ അബ്നഹാ ആയതൻ ലിൽ ആലമീൻ. ഇതാണ് ആ ആയത്ത്. തന്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ച തന്റെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിച്ചവളെയും അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതി അവളെയും അവളുടെ പുത്രനെയും നാം ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. സത്യപ്രദർ ഒരു മിനിറ്റ്. നിങ്ങളെല്ലാവരും ഈ വാക്കുകൾ ശ്രദ്ധിച്ചേക്കണം. ഇതിൽ വരുന്ന ഒരു ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്കും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം അറബിയിലെ. ഓക്കെ, ആ അറബിയിൽ ആ വാക്ക് ഒന്നുകൂടെ വായിക്ക് നഹാസെ. പതുക്കെ പോകാം, കാരണം ഞങ്ങൾ അത്ര അറബിയിൽ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട്. വായിച്ചു, ഓരോ വാക്കിന്റെ അർത്ഥം വായിച്ച് നമുക്ക് പോവാം. നിങ്ങൾ പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? അതിന്റെ ചാപ്റ്ററും വേഴ്സും പറയാനാണ് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞല്ലോ 66-12 ഞങ്ങൾക്ക് വേണ്ടിയത്. അല്ലത്തി എന്ന് വെച്ചാൽ ഇതിന് മുൻപത്തെ ആയത്തിൽ സൂചിപ്പിച്ച ആ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ആയത്ത്. 21 വായിക്കുന്നത് 21:91 ആണല്ലോ, ഉറപ്പാണല്ലോ. ഇനി നഹാസ് പതുക്കെ വായിക്കും, ഓരോ വാക്കുകൾ വായിക്കും. 21:90 അല്ല 91. 21:91 ഞാൻ പറയുന്നത്. അത് 90-ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, എല്ലാവരും കേട്ടോളൂ. 90 അല്ല 91 ആണ് വായിക്കുന്നത്. ഓക്കെ, വായിച്ചു. അല്ലത്തി എന്ന് പറഞ്ഞാല് അതൊരു കണ്ടിന്യൂഷൻ ആണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, നഹാസിന് കേൾക്കുന്നുണ്ടോ? അഹസനത്ത് എന്ന് വെച്ചാല് രക്ഷിച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഫർജഹ ഗുഹ്യസ്ഥാനം, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. മറിയം ബീവിയെ കുറിച്ചിട്ടാണ് ഈ സംസാരിച്ചു വന്നത്. ഈ ആയത്തിലെത്തിയപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. മറിയം ബീവി തന്റെ ഗുഹ്യസ്ഥാനം, അതായത് പാതി വൃത്യം സൂക്ഷിച്ചു, കാത്തുരക്ഷിച്ചു. അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് കാരണം അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതി. ഫനഹ്നാ മിൻ റൂഹിനാ ഫീഹാ വജഅൽനാഹാ, അവളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു. തേങ്ങാക്കൊല നീ കാണിച്ച, ഞാൻ പറഞ്ഞല്ലോ, നീ ഫർജിലൂതി എന്നുള്ള ഒരു അറബി വാക്ക് എനിക്ക് കാണിച്ചു തന്നാ മതി. തെറ്റാണ് നീ വായിച്ചത്. എന്ത് പൊട്ടത്തെറ്റ്? നീ ഒന്നില് ഓരോ വാക്കും പറഞ്ഞിട്ട് അർത്ഥം എനിക്ക് പറഞ്ഞു. ചൂടാവല്ലേ നഹാസ്, കൂൾ ഡൗൺ. പിന്നെ പൊണ്ണത്തെറ്റാണ് ഓരോ വാക്കിന്റെ അർത്ഥം മറ്റു രീതിയിൽ സംസാരിക്കുന്നതിനാണ്.
ഞാൻ എന്റെ എന്താ കിതാബല്ലേ നിങ്ങൾ പറഞ്ഞേ? വായിച്ചത്. ഓരോ വാക്കിനും അർത്ഥം പറഞ്ഞ് ഞാൻ വായിച്ചില്ലേ? നിങ്ങൾ വായിക്കട്ടെ അല്ല നിഹാസ്, ബഹളം ഉണ്ടാക്കല്ലേ നിഹാസ് പ്ലീസ്. നിഹാസ് വായിച്ചത് തെറ്റാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വായിച്ചത് പൊട്ട ഇത് തെറ്റായിരുന്നു. ആരാണ്? എനിക്ക് ആളെ നിങ്ങൾ പല കാണുന്നില്ലല്ലോ. വാക്കുകളും സംസാരിക്കുന്നത് പിടി ആരാണ്? അത് നിങ്ങൾ ആ പറയണ്ട. ജെന്റിൽ. ജിബ്രീൽ ആ നിങ്ങൾ ഓക്കെ. മലക്കാണ് തൽക്കാലം അതൊന്ന് വായിക്കും. സംസാരിക്കുന്നത്. തൽക്കാലം ആയത്തൊന്നുകൂടെ വായിച്ചേ. ജെന്റിലെ ഈ ഫീഹ എന്നും ഫീഹി എന്നും വാക്കിന്റെ അർത്ഥം അയ്യോ, ഒന്ന് ഡിഫറൻസ് ഒന്ന് പറയണേ. പറയല്ലേ നാസ്രീനെ, കമോൺ അയ്യോ ചേച്ചി. അയ്യോ 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 ഫീഹ ഫീഹി ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർജിലൂതി എന്നാണോ വരുന്നത്? അത് ആ കാരണത്താലാകാം, നാസ് ആയതിനാലെന്നാകാം. കണ്ടിന്യൂ ചെയ്യും നാസെ, ഇത് പൊങ്ങത്തില്ല നാസിനെ കൊണ്ട്. ഇല്ല, നഹാസ് ആ ആയത്തുകൾ ഒന്ന് വായിക്ക്. ഒന്ന് നഹാസ് ഇപ്പൊ പറഞ്ഞ 21-91 ഒന്ന് വായിച്ച് നഹാസ് അറബിയില്. ഞാൻ വെയിറ്റ് ചെയ്യാണ്, അറബിയിൽ വായിക്കാനേ. ഹലോ വായിക്കൂ. ഹലോ ഹലോ അല്ല, വായിക്കൂ. ആ ഉ- ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ഒന്ന് വായിക്കണം? വായിക്കൂ. ആദ്യത്തെ നഹാസ് വായന കേൾക്കാമോ? കഴിഞ്ഞു. ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇതിന് ഞാൻ പറഞ്ഞതിന് സംശയമില്ല, അപ്പുറം എന്തെങ്കിലും വായിക്കാൻ ഉണ്ട് പറഞ്ഞതേ വേണമെങ്കിൽ ഉള്ളൂ. പറ. അല്ല, സംശയമുണ്ട്. വായിച്ചു നിങ്ങൾ കഴിഞ്ഞടോ. നീ കേൾക്കുന്നില്ലേ? നീ എനിക്കുണ്ട് കേട്ടില്ലേ? സംശയമുണ്ട്. ഈ പുള്ളി എന്നാ എന്താ ആ സംശയം പറ. ചൂടാവുന്നത്? നിങ്ങൾ ഈ ആദ്യം പുള്ളി ഫർജിലൂതി എന്നുള്ള അറബി ഈ വാക്കിന്റെ പുള്ളിക്ക് അർത്ഥം കാര്യം പറഞ്ഞിട്ട് പിടികിട്ടിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇദ്ദേഹം വായിക്കാൻ പഠിക്കുന്നത്. സത്യം. ഇനി ഈ ഫീഹി എന്ന നഹാസ് വാക്കിന്റെ കൂട്ടുകാരെ അർത്ഥം എന്താ? കൂളാവൂ പ്ലീസ്. ഫീഹി എന്ന് പറഞ്ഞ അർത്ഥം അല്ല എന്താ? ജെന്റിലെ, ഫർജിലൂതി എന്ന അറബി വാക്ക് നഹാസ് എന്താണ്? ആ അറബി വാക്കുണ്ടെങ്കിൽ ആ ആയത്തിൽ കാണിച്ചു തരിക. ഇതാണ് ഞാൻ ഫീഹി മുന്നോട്ട് എന്ന വെക്കുന്നത്. വാക്കിന്റെ അർത്ഥം എന്താ, അത് പറ. ഫീഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫീഹി എന്ന് പറഞ്ഞാൽ ആയതിനാൽ, ആ കാരണത്താൽ എന്നൊക്കെ അല്ല, അർത്ഥം തെറ്റ്. വരും. ഓക്കെ, വെയിറ്റ് അതിൽ ആരും അതുകൊണ്ട് മിണ്ടല്ലേ, ആയതിനാൽ എന്നൊക്കെ അർത്ഥം വരും. മിണ്ടല്ലേ. എന്ത്? ആയതിനാൽ എന്ന് അർത്ഥം വെച്ചിട്ട് ഫീഹി ഉം, എന്ന ഉം, വാക്കിന് ആയതിനാൽ എന്ന അർത്ഥം വെച്ചിട്ട് ആ ഉം. ആയത്തൊന്ന് പറഞ്ഞേ. അതിലെന്ന് അർത്ഥം വരും, ആയതിനാൽ എന്ന അർത്ഥം വരും. അതായത് അതിൽ ചാരിത്രം സൂക്ഷിച്ച. വെയിറ്റ് അതിൽ അപ്പൊ അറിയാം, അപ്പൊ ഞാൻ അറിയാം. പറയട്ടെ എന്ന്. അറിയാനിട്ടല്ല. പറയട്ടെ. നഹാസം ഉണ്ടല്ലേ, അതിലെന്ന അർത്ഥം വരുമെന്ന് സമ്മതിച്ചോ? അതെ, ആ ചാരിത്രം ഓക്കെ, താങ്ക് സൂക്ഷിച്ച യു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടാണ് പറയുന്നത്. ആ കാരണത്താൽ, ആയതിനാൽ. ആയതിനാലോ? അവിടെ ഒരു കാരണം അവിടെ പറഞ്ഞു. ഒരു ആയതിനാൽ കാരണം എന്നുള്ളൊരു പറഞ്ഞു. വേർഡ് ചേർത്താൽ അലനെ ഗ്രാമാറ്റിക്കലി അലനെ റോങ് ഒന്ന് ആവും. മ്യൂട്ട് ചെയ്യും, ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇന്നലെ അലൻ നീ ബ്രദറെ, നബീല് വന്നപ്പോ ഒരു കിടന്ന് മിനിറ്റ്, ബഹളം വെച്ചല്ലേ. ജെന്റിൽ സംസാരിക്കട്ടെ. ഒരു മിനിറ്റ്. നഹാസെ വെയിറ്റ് ചെയ്യേ. ആ നഹാസ് വെയിറ്റ് ചെയ്യേ. നഹാസെ, ഇവിടെ മറിയം കാത്തു സൂക്ഷിച്ചത് എന്താണ്? മറിയം കാത്തു സൂക്ഷിച്ചത് തന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹു അനുഗ്രഹിച്ചു. അത് രണ്ടേ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫർജഹയല്ലേ നിങ്ങൾക്ക് മറിയം ഒരിക്കലും സൂക്ഷിച്ചത്? അത് പാതിവൃത്യവും യോനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ നാസ്? പാതിവൃത്യവും യോനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ആയത്തിൽ എഴുതിയേക്കുന്നത് പാതിവൃത്യവും യോനി അറബിപാട് എന്താ? പാതിവൃത്യവും യോനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? യോനി എന്ന് പറഞ്ഞാലും പാതിവൃത്യം എന്ന് പറഞ്ഞാലും എന്താ? ഡെക്കറേഷൻ അല്ലല്ല, നഹാസ് ഇപ്പം പാതിവൃത്യം എന്നുള്ളതിന്റെ അറബി വാക്ക് ആയത്തിൽ നിന്ന് കാണിക്കും. ചോദ്യം ചോദിച്ചിട്ട് പാതിവൃത്യം എന്നുള്ളതിന്റെ അറബി വാക്ക് ആയത്തിൽ നിന്ന് കാണിക്കും. അലൻ ഒരു അറബി വാക്ക് കാണിക്കുക. എനിക്കൊന്നും കേൾക്കണ്ട. പാതിവൃത്യം എന്നുള്ളതിന്റെ അറബി വാക്ക് ആയത്തിൽ നിന്ന് കാണിക്കും. താങ്കൾ പറഞ്ഞു അതിന്റെ അർത്ഥം പാതിവൃത്യമാണെന്ന്. പാതിവൃത്യമാണെന്ന് കാണിക്കുക. പാതിവൃത്യം ഉള്ളതിന്റെ അറബി വാക്ക് കാണിക്കുക. അതെ, തന്റെ ഗുഹ്യസ്ഥാനം സംരക്ഷിച്ച ആ ഒരു അറിയാമല്ലോ അന്നേരം ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച പാതിവൃത്യം അല്ലെന്ന്. അലനെ അല്ല, നിങ്ങൾ പറഞ്ഞ ഫർജിലൂതി എന്ന അറബി വാക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഫർജിലൂതി എന്ന അല്ല ജെന്റിലെ, ഒരൊറ്റ ചോദ്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ കാണിച്ച ഫർജിലൂതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതൊന്ന് ഡിക്ഷണറിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനാ. ഫർജിലൂതി. ഓക്കെ, എനിക്കത് അറിഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഇതാണ് മാന്യത. ഓക്കെ, മിണ്ടാതിരിക്കും. ഞാൻ എൻ്റെ ഒരു ആപ്പിൾ കാത്തു സൂക്ഷിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ കൈ അതിലേക്ക് വന്നു. അങ്ങനെ കുഞ്ഞ് അതെടുത്തു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു കാര്യം കാത്തു സൂക്ഷിച്ചു, അത് എൻ്റെ കുഞ്ഞിൻ്റെ കൈ അതിലേക്ക് വന്നു. മറിയം ഫർജ് കാത്തു സൂക്ഷിച്ചു, നാം അതിലേക്ക് ഊതി. ഇനി ഏതാണ് ഊതി എന്ന വാക്ക്? ഏതാണ് അതിലേക്ക് എന്ന വാക്ക്?
ഏതാണ് ആത്മാവിലേക്ക് എന്ന വാക്ക്? ഫനഫീഹി, ഫീഹി അതിലേക്ക്, ഫീഹി മിൻ അതിലേക്ക്, എൻ്റെ, റൂഹിന ആത്മാവിനെ. ഏതിലേക്ക്? അതിലേക്ക്. ഏതാണ് അത്? കാത്തു സൂക്ഷിച്ച സാധനം. എന്താണ് കമറിയം കാത്തു സൂക്ഷിച്ചത്? ഫർജഹ. ക്ലിയർ അല്ല നഹാസെ? ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അർത്ഥം പറഞ്ഞതാ. ഫനഫീഹി മിൻ റൂഹിന എന്ന് തന്നെയാണ് ഫീഹി എന്ന് ഫനഫഖ്ന പറഞ്ഞത്. ഫീഹി മിൻ റൂഹിന. ഫനഫഹ്ന, ഫനഫഹ്ന, ഫനഫഹ്ന. താങ്ക് യു. ഫനഫഹ്ന, ഫനഫഖ്ന ഫീഹി മിൻ റൂഹിന. ഫീഹി. ആബ്സല്യൂട്ട്ലി. ഫനഫഹ്ന ഞാൻ ഫീഹി. മേളിലിട്ടിട്ടുണ്ട് ഞാൻ. താങ്ക് യു ബ്രോ. ഓക്കെ. ഫനഫഹ്ന അപ്പോ 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 ഫീഹി അതിൽ മിൻ റൂഹിന. ആ ഫീഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ ഫീഹി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പലവട്ടം പറഞ്ഞു. എന്നാലും ജെന്റിലിന് ഫർജിൽ ഊതി എന്നുള്ള ആ ഒരു അറബിക്ക് വേർഡ് അവിടെ നഹാസെ ഇല്ലാന്ന് സമ്മതിച്ചു. ഒറ്റ സമ്മതിച്ചില്ല. സെക്കൻഡ് ഫീഹി, ഒറ്റ ഉണ്ടെന്ന് സെക്കൻഡ്, തന്നെയാണ് പറഞ്ഞത്. ഒറ്റ ഫീഹി. സെക്കൻഡ് ജെന്റിലെ, ഒറ്റ സെക്കൻഡ്. ഞാൻ ചോദിച്ചത് ഫർജിൽ സെക്കൻഡ് ഊതി കഴിഞ്ഞു. എന്ന ആ സെക്കൻഡ് കഴിഞ്ഞു. മിണ്ടായിരിക്കും. ഓക്കെ. പിന്നെ സമയം ബാക്കി നിങ്ങൾ ചോദിക്കുന്നു. 5 സെക്കൻഡ് കഴിഞ്ഞു. നഹാസെ വെയിറ്റ് ചെയ്യും. പോവല്ലേ ഒരു സെക്കൻഡ് അല്ലേ ചോദിച്ചത്? നഹാസ് പോവല്ലേ, അവിടെ നിൽക്ക്. ഓടല്ല നഹാസ്. ജെന്റിലെ, ഞാൻ ഞാൻ ഓടുന്നില്ല. നിങ്ങളോട് നമ്മളിവിടെ ഇരിക്കുന്ന ദേണ്ട് കിടക്കണം. ഈ സമയം നമുക്ക് എല്ലാവർക്കും അയ്യോ, വിലയുള്ളതല്ലേ? നിങ്ങൾ സംസാരിച്ചല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ്, നിങ്ങൾ പറഞ്ഞത് എന്താണ്? നഹാസെ ഇവിടെ ഫീഹിയുടെ അർത്ഥം എനിക്ക് പറഞ്ഞു സഹോദര തരാനല്ല ഞാൻ പറഞ്ഞത്. നഹാസെ ഫീഹിയുടെ അർത്ഥം എനിക്ക് പറഞ്ഞു അല്ല. സാമയ ഒരു സെക്കൻഡ്, ജെന്റിൽ സംസാരിക്കല്ലേ, ഞാനൊന്ന് മറുപടി പറയട്ടെ. ഞാൻ ഇവിടെ ചോദിച്ചത് എന്താണ്, നഹാസ് ഫീഹിയുടെ അർത്ഥം പറഞ്ഞു തരാനാണോ? ഫീഹിയുടെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഫർജിലൂതി എന്ന വാക്ക് വരുന്ന ഓക്കെ. അറബിക് വേർഡ് ആ ആയത്തിൽ കാണിച്ചു തരാനാണ്. ഫർജിലൂതി എന്നുള്ളൊരു അർത്ഥം വരുന്ന വേർഡ്. ഓക്കെ. ഒറ്റ സെക്കൻഡ് ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അല്ല, ഒറ്റ സെക്കൻഡ് നിങ്ങൾ പറഞ്ഞ യു ആസ്ക്ഡ് ഫോർ ദ വേർഡ് ആൻഡ് ഐ ഗേവ് യു ദ വേർഡ്. പക്ഷെ അല്ല, നിനക്ക് നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ആ ജെന്റില് ആപ്പിളും കൈ വന്നതൊക്കെ പറഞ്ഞല്ലോ. അതിന് ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ എന്ന്. നഹാസ് താഴ്ത്തു പോകുമ്പോണ്ടായിരിക്കും. ഒരു കാര്യം ഇല്ല എക്സ്പ്ലെയിൻ ജെന്റിലെ, ചെയ്യുമ്പോൾ ഞാനും ചിലക്കരുത്. ചിലക്കുന്ന നീയല്ലേ ജെന്റിലെ? ഞാനൊരു ചോദ്യം. നഹാസെ ഇങ്ങനെയായിരുന്നു ബഹളം ഉണ്ടാക്കല്ലേ പ്ലീസ്. അല്ല, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ചിലക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ചിലക്കുക എന്ന് പറഞ്ഞാൽ അലക്കുക അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഗാഠിമായ സാഹിത്യ ഭാഷയിൽ പറയാം, അങ്ങ് ശബ്ദം ഉണ്ടാക്കരുതേ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാലോ. അതല്ലേ മാന്യമായിട്ടുള്ള രീതി. വളരെ മാന്യമായിട്ട്. ഒരു സെക്കൻഡ് ബ്രദറെ, പുള്ളി നഹാസ് ഇവിടെ പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ പണ്ഡിതന്മാരോ ശ്രേഷ്ഠന്മാരോ, ഇനി സാഹിത്യ ഭാഷ ആയിക്കട്ടെ, പണ്ഡിത ശ്രേഷ്ഠന്മാരോ അംഗീകരിച്ച കാര്യമാണോ ഈ ഫർജഹയിൽ? ശ്രേഷ്ഠന്മാർ അംഗീകരിച്ച കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഈ കളം വിട്ടു പോകുമോ? പാലായിക്ക് നിങ്ങൾ വെച്ചിരുന്നാ മതി. നാലായിട്ട് മടക്കി ആ പോക്കറ്റിലോട്ട് വെച്ചിരുന്നാ മതി. പണ്ഡിതന്മാര് പ്രൈവറ്റ് പാർട്ടിൽ ഊതി എന്ന് പറയുന്നത് എന്താണ് താങ്കൾക്ക് അംഗീകരിക്കാൻ? പ്രൈവറ്റ് പാർട്ടിൽ ഊതി എന്ന് സകല പണ്ഡിതന്മാരും അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. സകല പണ്ഡിതന്മാർ ആരൊക്കെയാണോ? സകല പണ്ഡിതന്മാരും ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞാ പോരാ, എല്ലാ സകല പണ്ഡിതന്മാരും അംഗീകരിക്കണം. അൽ ഖുർത്തുബി, അൽ താബരിയും പറഞ്ഞാൽ മതിയാവോ? ജലാലയൻ പറഞ്ഞാൽ മതിയാവുമോ? അതാണ് പറഞ്ഞത്. ആ ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ. അത് വിഭിന്ന അഭിപ്രായം. അതൊരു ചോദ്യം വന്നു. മറിയമ്മ നമ്മൾ അംഗീകരിക്കത്തില്ല. സാം ബ്രദറെ, അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. തഫ്സീർ അൽ നഹാസെ അംഗീകരിക്കത്തുള്ളൂ. ഒരു സെക്കൻഡ് നഹാസ, എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. താങ്കൾ ഇവിടെ പറഞ്ഞ വാദം നഹാസ, ഒരു മിനിറ്റ്. താങ്കൾ ഇവിടെ പറഞ്ഞ വാദം ഇപ്പൊ തന്നെ ഞാൻ പൊട്ടിച്ചു തരാം. അൽ താബരി സഹോദര പ്ലീസ്, വളരെ വലുതായിട്ട് ചൂണ്ട വലിക്കരുത്. പെടുവെന്ന് അറിയുമ്പം നിങ്ങൾ എന്നെ പെടുത്തിക്കോളൂ. ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. അതിനും കൂടെ മറുപടി പറ. ഓക്കെ, ഞാൻ പറയാം. താങ്കൾക്ക് സമയം തരാം. ഇത് ഞാൻ പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ. നഹാസിന്റെ അഭിപ്രായത്തോട് ഇസ്ലാം സമൂഹത്തിനകത്തെ പ്രഥമ ദൃഷ്ടിയ ഇവര് പറയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെന്ന് ഇവർ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ മകുടം ചാർത്തി കൊടുക്കുന്ന ജലാലയനോ ഈ പറയപ്പെടുന്ന അൽ താബരിയോ പറയുന്നില്ല. അൽ താബരി പറയുന്നത് അത് അവളുടെ we breathe into the pocket of her dress and that is her private parts.
വളരെ കൃത്യമായി, വളരെ സാഹിത്യപരമായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവളുടെ സ്വകാര്യ ഭാഗത്തേക്ക് തന്നെയാണ് ഊതിയത് എന്ന് അൽത്താബരി പറഞ്ഞു. പോയി തിരുത്തി, അൽത്താബരിയെ തിരുത്തിയിട്ട് വന്നിട്ട് അണ്ണൻ ഇവിടെ സംസാരിച്ചാൽ മതി. അൽത്താബരിയെക്കാളും വലുതല്ല നഹാസ്. സാംജോ ബ്രദറെ, ഈ നഹാസെ, ഈ നമ്മളാ സുന്നി വോയിസിൽ ഇരുന്നപ്പോ നബീല് പറഞ്ഞു കൊടുക്കണ്ടോ, അൽ തബരി എന്ന് പറയുമ്പോ റഹ്മത്തുള്ള ചേർത്ത് പറയണമെന്ന്. അത്രയും എന്താണ് ബഹുമാനിക്കേണ്ട പണ്ഡിതനാണെന്നാണ് നിങ്ങളുടെ ഡിബേറ്റുകളൊക്കെ പറഞ്ഞത്. അത് നഹാസ് കേട്ടില്ലായിരുന്നോ? അത് അറിയാതെ പോലും അങ്ങനെ തബരി എന്ന് പറയുമ്പോ അറിയാതെ തന്നെ റഹ്മത്തുള്ള വരുമെന്നാ പറയണേ. ന്യൂക്ലിയറെ പണ്ഡിതന്മാരോട് ചോദിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പണ്ഡിതന്മാർ അഭിപ്രായം പറയും. അല്ല, ഒറ്റ സെക്കൻഡ് ഇവിടെ തബരി പണ്ഡിതൻ റഹ്മത്തുള്ള പറഞ്ഞത് എന്താണ്? ഫർജിലെ കൂടി എന്നല്ലേ പറഞ്ഞു. അതിന് മേളിൽ നാസെ ഒരു മിനിറ്റ്, നാസെ ലോകല്ലേ എല്ലാരും കാണും. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ നാസിനോടല്ല സംസാരിക്കുന്നത്, നാസിനോടല്ല. ഫൈസൽ ഭായ് നിക്കുന്നേ ഫൈസൽ ഭായിയോട് ഹായ് പറയാനാ. ഒരു മിനിറ്റ് നിക്കേ. ഒരാൾ സ്റ്റേജിൽ കയറി വരുമ്പോ, ഒരു സ്പീക്കർ പാനലിൽ ഒരു ഗസ്റ്റ് വരുമ്പോ, സ്പീക്കർ പാനലിൽ ഒരാൾ ഗസ്റ്റ് ആയി വരുമ്പോ അവരോട് ഹായ് ഹലോ പറയണ്ട. നാസ് ഒന്ന് അടങ്ങിയിരി, നഹാസ് ഒന്ന് അടങ്ങിയിരി, നഹാസ് ഒന്ന് അടങ്ങിയിരിക്കാൻ. നഹാസിനോടല്ല പറയുന്നത്, ഞാൻ ഫൈസൽ ഭായിക്ക് ഹായ് പറയാനാ. ഫൈസൽ ഭായ് സലാം, സുഖല്ലേ? ഫൈസൽ ഭായ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ? ഫൈസലിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഫൈസൽ ഭായ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ? 5-6 മണിക്കൂറായി കേട്ടോണ്ടിരിക്കും. അല്ല, ചർച്ച ഒരേ പോയിന്റ് തന്നെ നിക്കണത്. ഫൈസൽ ഭായ് പണ്ട് പഠിപ്പിച്ച ഒരു ആയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഇൻകുന്തും സാദിഖീൻ, ഓർക്കുന്നുണ്ടോ? ഓ, മലയാളമായത്ത് മനസ്സിലായോ? നിങ്ങളപ്പോ തർക്കപ്പൊ വെറുതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യോ? ഫൈസൽ ഭായ് തർക്കം ഇപ്പൊ നിക്കുന്നത് ഫർജഹയിലോട്ട് ഊതി, ഫീഹി മിൻ റൂഹിന ഫനഫഖ്ന ഫർജഹ ഫീഹി മിൻ റൂഹിന. ഫർജഹയിലോട്ടാണോ ഊതിയ അല്ലയോ? ഇതാണ് തർക്കം. തർക്കമൊന്നുമില്ല. പണ്ഡിതന്മാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്കോളേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അറബിക്കിൽ അതിന്റെ ടെക്സ്റ്റ് കാണിച്ചു, ടെക്സ്റ്റ് മേളിൽ പിൻ ചെയ്തു. നഹാസ് പറയുന്നത് അള്ളാഹു ഫർജിൽ ഊതിയിട്ടില്ല. അല്ല, അതല്ലല്ലോ ഇപ്പൊ ഫർജിൽ ഊതാതെ ഗർഭപാത്രത്തിൽ എത്തോ? മലമ്മലും മോത്തൊക്കെ ഊതി അവിടെ എന്തുണ്ടാവോ? എക്സാക്ട്ലി, ദാറ്റ്സ് എ പോയിന്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതാണ് പോയിന്റ്. വെറുതെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ് നാസിനെ കൊണ്ട് ഇടങ്ങാറാക്കിക്കണോ? അത് അവിടെ ഊതിയാൽ തന്നെ അവിടേക്ക് എത്തുള്ളൂ. എക്സാക്ട്ലി. അത് പിന്നെ വെറുതെ മലമ്മലും മോത്തൊക്കെ ഊതിട്ട് അത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാസ് അത് മനസ്സിലാക്കണ്ടേ? അവിടെ എഴുത്ത് അതുപോലെ വായിക്കാനേ പറഞ്ഞോളൂ. ഇപ്പൊ നെഹൂം പുസ്തകത്തിന്റെ 3:6 അതുപോലെ വായിച്ചിട്ട് നഹൂമിലോട്ട് ചാടാതെ അതുപോലെ വായിച്ച് ഫനഫഖ്ന ഫീഹി എന്ന് വായിച്ചപ്പം ഫനഫഖ്ന ഫീഹി താങ്കൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമല്ല. നഹൂമിലോട്ട് ചാടാൻ വരട്ടെ നാസ് ചാടാൻ വരട്ടെ നാസ് കൈന്ന് പോയി നാസിന് കൈന്ന് പോയി. ശ്വാസം എടുക്കുക, വെള്ളം കുടിക്കുക. നാസ വെള്ളം കുടി. നാസ വെള്ളം കുടിക്കാൻ. നാസ എന്ത് വൃത്തികേട് പറഞ്ഞിട്ട് കാര്യമില്ല. നസൻ ബ്രദർ, ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ പുള്ളിയോട് ചോദിച്ചോട്ടെ. അഭിപ്രായം വേറെ. നാസ് പറയുന്നത് കേൾക്കുന്നില്ല. നാസ് ഇവിടം വരെ എത്തുന്നില്ല. നാസിന്റെ കൊങ്ങയ്ക്ക് മലക്ക് പിടിച്ചു. ശബ്ദം വരുന്നില്ല ഇവിടം വരെ. നാസിന്റെ കയ്യിൽ നിന്ന് പോയി. നാസിനറിയാം അത് ഫർജിൽ ഊതി. അതിന്റെ ചില പണ്ഡിതന്മാര് ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ പറയുന്നത് സോ ജിബ്രായിൽ ബ്രീത്ത് ഇൻസൈഡ് ഹർ ഗാർമെന്റ്, അത് പിന്നെ തുണിയാക്കി ഗാർമെന്റ്, ആൻഡ് ഷീ ബിക്കേം പ്രഗ്നന്റ് വിത്ത് ഈസ. സാറേ സംഗതി എങ്ങനെയെന്നറിയോ? 2 ആയത്തിൽ 2 ഉപയോഗിച്ചിരിക്കുന്നത്, ഫീഹ ഫീഹി. അതാണ് പോയിന്റ്. ഫെമിനീനും ഫീഹായും ഫീഹിയും. ഫീഹി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനാണ് ആയത്ത് മാറ്റിയത്.
എങ്ങനെയുണ്ട്? അല്ല അത് മറ്റേ അതിന്റെ ഇതുണ്ടല്ലോ, മറ്റേ ഹദീസില് പറയുന്നത് മറ്റേ വസ്ത്രം അകത്തിയിട്ട് നേരെ അതിലേക്ക് നേരെ ഊതിന്നാ അതെ പറയുന്നത്. അതെ അങ്ങനെ തന്നെ. വിടവിലൂടെ വിടവിലൂടെ ക്രാക്കിലൂടെ. ഏത് ലൂതി ഫൈസൽ ഭായ്, ഏത് ലൂതി? അതാണ് പോയിന്റ്. അല്ല എന്താണ് നമ്മുടെ സംഗതി എങ്ങനെയാണെന്നറിയോ? എന്താണോ കാത്തു സൂക്ഷിച്ചത് നാം അതിലേക്ക് ഊതി. കാത്തു സൂക്ഷിച്ചത് ഫർജഹ, ഇൻടു ഇറ്റ്, ഫീഹി, അതിലേക്ക്. അല്ല അതിൽ ഊതിയാത്തല്ലേ മറ്റേ ജനനം ഉണ്ടാവുള്ളൂ, അല്ലാതെ പിന്നെ അവിടെ പോയിട്ട് മേത്ത് ഊതിയാലേക്ക് അങ്ങോട്ട്. ജെന്റിൽ ബ്രദറെ, പുതിയ വെർഷൻ കണ്ടായിരുന്നോ? KSA പുതിയ അപ്ഡേഷനോട് കൂടി വന്നതോടുകൂടി സൗദി അറേബ്യയുടെ വെർഷൻ, പുതിയ വെർഷനകത്ത് ഒന്ന് പോക്കറ്റിലോട്ട് ഊതിയെന്നാക്കി. അതെ, പോക്കറ്റ്, അത് പോക്കറ്റ് ആയിരിക്കും. പോക്കറ്റിനകത്തോട്ട് ഊതിയെന്നാക്കി. നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് പണ്ഡിതന്മാരോടുള്ള ചോദ്യത്തിന് പണ്ഡിതന്മാർ നേരിട്ട് കണ്ട കാര്യമല്ല, ഓരോ മനുഷ്യന്മാരുടെ അഭിപ്രായമാണ്. നാസറിനെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഖുറാനിൽ ഇല്ലാത്ത ഒരു വാക്ക് നിങ്ങൾ ആരോപിക്കുമ്പോ ഞാൻ ഇല്ലാത്ത വാക്കാണെന്ന് താങ്കൾ തെളിയിക്കണം. അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. അതേ ഫർജിൽ ഊതി എന്നുണ്ടല്ലോ. ഫീഹി 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 മിൻ റൂഹിന ഫീഹി ഫീഹി ഇൻടു ഇറ്റ്. ചാടല്ലേ 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 നൗ ചാടല്ലേ ഫീഹി ചാടല്ലേ. ചാടാതെ നാസ, ചാടാതെ നഹൂമിലോട്ട് ചാടാതെ. ഫീഹി ഫീഹി മിൻ റൂഹിന ഫർജിലോട്ടൂതി ഫർജിലോട്ടൂതി. അള്ളാഹു ഊതി. ഇതിനെന്തിനാ നാസിനെന്തിനാ ഇത്ര നാണക്കേട്? നാസിന് നാണക്കേട് എന്തുവാണെന്ന് അള്ളാഹു ഒരു സ്ത്രീയോട് ചോദിക്കാതെ അവളുടെ ഗുഹ്യ ഭാഗത്ത് ഊതി. നാസിന് എന്താ ഇത്ര നാണക്കേട്? ഒരു നാണക്കേടുമില്ല. ഇല്ലാത്ത പിന്നെ പ്രശ്നം എന്തുവാ? പിന്നെ പ്രശ്നം എന്തുവാ? പിന്നെ ബുദ്ധിമുട്ട് എന്തുവാ? ഞാൻ പറയുന്നു, നഹൂം പുസ്തകം 3:6. നഹൂം അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിക്ക് ചാടാതെ ചാടാതെ ഇവിടെ നിക്ക്. എന്തിനാ നാസ് ചാടുന്നത്? ചത്ത പട്ടിയും സ്ത്രീകളുടെ ആർത്തവം വീണ തുണിയും അതുപോലെ മനുഷ്യരുടെ അപ്പിയും വീണ വെള്ളം വെച്ചിട്ട് മുഹമ്മദിന് മൂക്കിൽ മുതു ചെയ്യാമെങ്കിൽ മുഹമ്മദിന് ജെന്റിൽ ബദറിന്റെ DP നോക്ക്. ജെന്റിൽ ബദറിന്റെ DP നോക്ക്. ജെന്റിൽ ബദറിന്റെ DP നോക്ക് നഹാസെ. ഒരു വചനം പറഞ്ഞിട്ടില്ലല്ലോ ആരും. അങ്ങനെ വെറും നാസിന്റെ കയ്യിൽ നിന്ന് പോയി. നാസിന്റെ ഇപ്പൊ പ്രാന്ത് പിടിക്കും, നോക്കിക്കോണേ. അല്ല, ഇതൊന്നും ഞാൻ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു പറയരുത്. എന്റെ ഇതില് റെഫറൻസ് അടക്കം ഞാൻ പറയുള്ളൂ. നാസിന്റെ കയ്യിൽ നിന്ന് പോയി. നാസിന് പിടിവിട്ട ഒരു കാളയെ പോലെ, പിടിവിട്ട കാളയെ പോലെ. നാസ് കുറച്ചു നേരം വെള്ളം കുടിച്ചിട്ട് താഴെ പോയിരിക്കും. കുറച്ചു നേരം നാസിന്റെ കയ്യിൽ നിന്ന് പോയി പിടിവിട്ട് പോയി. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ DP ഒന്ന് നോക്കുക. നഹാസിന് വേണ്ടിയിട്ട് into her. ഓക്കെ, അത് നിങ്ങൾ കോർപ്പസ് ഖുറാനി നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി അവിടെ ആ വേർഡ് ഇവർക്ക് കിട്ടും. വ്യത്യാസം പറഞ്ഞുതരാം. ഫീഹയും ഫീഹിയും. ഫീഹി എന്ന് പറഞ്ഞാൽ അവളിലേക്ക് ഊതി. ഫീഹ അതിലേക്ക്. ഓക്കെ, ഫീഹി ഒരു ഫീഹി എന്ന് പറഞ്ഞാൽ സ്ത്രീയിലേക്ക്, പെണ്ണിലേക്ക്. ഫീഹി ഇൻടു ഹർ, ഫീഹ അതിലേക്ക്. ഓക്കെ, രണ്ടാണെങ്കിലും അവളിലേക്കായാലും അതിലേക്കായാലും സൂക്ഷിച്ച സാധനത്തിലേക്കാണ് ഊതിയത്. സൂക്ഷിച്ചത് എന്തായിരുന്നു? ഫർജഹയായിരുന്നു. സിമ്പിൾ. ഹബീലെ, ഞങ്ങള് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഖുറാന്റെ ആയത്ത് ആണ് പറഞ്ഞത്. സൂറ 66:12 വളരെ കൃത്യമായി ഫീഹി ഇൻടു ഇറ്റ്. ഏതാ ഇറ്റ്? എന്തുവാ? ഫർജഹയിലോട്ട് ഊതി. അള്ളാഹു ഊതി. നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ഈ 2-3 ദിവസം മെഹബൂബ് വന്ന് ഇവിടെ പറഞ്ഞതാണ്. മെഹബൂബ് ഉണ്ടായത് മെഹബൂബിന്റെ ഉമ്മയുടെ ഫർജഹയില് അള്ളാഹു വന്ന് ഊതിയിട്ടാണ്. ഓർക്കുന്നുണ്ടോ ആരും? എന്റെ പൊന്നെ, മെഹ്റീഷാണ് പറഞ്ഞു. ഇതൊക്കെ ഇവര് ഇവിടെ വന്നിട്ട് പറയാൻ തുടങ്ങിയോ? അതെ. നഗാസെ, എന്റെ പൊന്നു മൂത്ത ചങ്കര മുത്ത, ഇനി കേക്കണ നഗാസെ,
താങ്കളെ പോലെ തന്നെ തലച്ചോറുള്ള താഴെ ഇരിക്കണ താങ്കളുടെ വിശ്വാസികളിൽ ഇരിക്കണ്ട അവർ ചിന്തിക്കാണ് ഇത് എന്തൊരു പൊട്ടത്തരം താങ്കൾ പറയണേ. താങ്കളൊന്ന് ആരെയാണ് രക്ഷിക്കുന്നത്? അള്ളാഹുനെയോ? ഇവിടെ എല്ലാം വിത്ത് റെഫറൻസ് വെച്ചല്ലേ സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചുകൂടെ? കൂട്ടുകാരനെയാണ് രക്ഷിക്കുന്നത്. അല്ലാഹു ദ ഫർജഹ ബ്ലോവർ. അല്ല നസ്ര ബ്രദറെ, ഇപ്പൊ നമ്മള് അജീഷ് ബ്രദർ അന്നേരം പറഞ്ഞായിരുന്നല്ലോ സ്ട്രീം യാർഡിൽ നടത്താനാണ് താല്പര്യം, കാരണം ഈ നിസൂനെ പോലുള്ളവൻ വന്ന് കലക്കി കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നഹാസ് ഇവിടെ ക്ലബ് ഹൗസിലാണെന്നാണ് പറയുന്നത്. പക്ഷെ നിസൂനെ വിട്ട് കലക്കാനാണെങ്കിൽ ആ സ്ട്രീം യാർഡിലോട്ട് മാറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നഹാസിന്റെ അടുത്ത്. അതെ, അതിനെപ്പറ്റി നഹാസ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒന്നുകിൽ നിസുവോ നിസുവിനെ പോലെയുള്ളവന്മാരോ ആരെങ്കിലും വന്നിട്ട് ആ ഡിബേറ്റ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നഹാസ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നഹാസ് പറയണം, ഞാൻ എന്റെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണ്. നഹാസ് അതിന്റെ ഉത്തരവാദിത്വം എടുക്കുവാണെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിസുവുമായിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടെന്നേ, ഇവിടുത്തെ ലിങ്ക് മുഴുവനും നഹാസാണ് നിസുവിന് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റിന്റെ അതിനകത്ത് ഈ നിസു കയറി വരുന്നത് ഗസ്റ്റ് ഓഫ് നഹാസ് എന്നാണ്. നഹാസ് അയച്ചു കൊടുക്കുന്നുണ്ട്. നഹാസിന്റെ കയ്യിൽ നിന്ന് പോകുമ്പോ ഇതാണ് നഹാസിന്റെ പരിപാടി. അത്രയും കൂടുതൽ തല്ല് നമ്മള് ക്രിസ്ത്യാനികളുടെ തല്ല് കൂടുതൽ മേടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല കാര്യം അത്. അല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ എഴുതിയിട്ട പണ്ഡിതന്മാരെല്ലാം അഗ്രി ചെയ്യുന്ന ഒരു വിഷയത്തെ ഇവന്മാര് വന്ന് വെളുപ്പിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യം വല്ലോ ആണോ? ഇല്ല. ഒന്നുകിൽ ഈ കൊച്ചന്റെ അപ്പൻ ജിബ്രീലാണെന്ന് പറയണം, ശരിയല്ലേ? ജിബ്രീലാണ് ഈ മറിയം ബീവിയുടെ ഫർജഹയിലോട്ട് ഊതിയത്. അങ്ങനെയാണെങ്കിൽ ഈസയുടെ അപ്പൻ ജിബ്രീലായി. അതല്ല, ഇനിയും അള്ളാഹു തന്റെ റൂഹിൽ നിന്ന്, സ്പിരിറ്റിൽ നിന്നാണ് ഊതിയത് എങ്കിൽ അള്ളാഹു ആണ് ഈ സ്ത്രീയെ അപമാനിച്ചത്, ആ സ്ത്രീയുടെ ഗുഹ്യഭാഗത്തോട്ട് ഊതിയത്. ഇവര് പറയുന്നു ഈ അള്ളാഹുവിന്റെ ആത്മാവ് ജിബ്രീലാണെന്നും പറയുന്നു. അപ്പൊ ഊതി വിട്ടതും ജിബ്രീലാണ് ആകുന്നൊന്നും വരുന്നുണ്ട് അവിടെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സത്യബ്രദറെ, ഈ നമ്മള് 3:47 എടുത്തപ്പോ സാബിത്ത് പറഞ്ഞു കേട്ടായിരുന്നു ഇമാമുമാരുടെ അഭിപ്രായം നോക്കണോന്ന്. ഈ തബരീന് ഇവരൊക്കെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു കേട്ടായിരുന്നു ഇമാമുമാര് ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. ഇപ്പൊ നഹാസിന്റെ അത് കണ്ടോ ഇവർ ഒരു പ്ലേറ്റിൽ തന്നെ മാറ്റുന്നത് കണ്ടോ? കറക്റ്റ് ആണ്. ഇന്നലെ സുന്നി വോയിസിൽ ഡിസ്കഷൻ നടന്നപ്പോൾ ചർച്ച വഴി തിരിച്ചു വിടാൻ വേണ്ടി അലം ബ്രദറിനോട് ഏത് പണ്ഡിതനാ പറഞ്ഞ് പണ്ഡിതന്റെ അഭിപ്രായമാണ് സാം ബ്രദറോട് വായിച്ചു കേൾപ്പിച്ച് നിങ്ങളുടെ തബരിയും ജലാലയനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വേറൊരു ഫൈസൽ സഹോദരൻ പറഞ്ഞെന്തോ തുണി മാറ്റിയിട്ടോ ഉടുപ്പ് മാറ്റിയിട്ടേ എന്നത്. ഈ പോക്കറ്റിലോട്ടാണോ ഈ നമ്മുടെ ഈ പിഗി ബാങ്കിലോട്ടാണോ ഊതിയെന്ന് അറിഞ്ഞുകൂടാ. കാശുകൂടൊക്കെ ഉണ്ടല്ലോ പിഗി ബാങ്ക്, അതിലോട്ടാണോ ഊതിയത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഊതുന്നതിന് അള്ളാഹുവിന് ഒരു നാണമില്ല, പക്ഷെ ഇപ്പൊ വന്ന പുള്ളിക്കാരനാണ് നാണം മൊത്തം. ഫൈസൽ ബ്രദറെ, അല്ല ഈ ജിബ്രീല് ആണ് പിന്നെ മലക്ക് എന്നുള്ളത് ആരാ പറഞ്ഞ്? മലക്കിന്റെ പേര് ജിബ്രീലാന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ചർച്ച കണ്ടില്ലായിരുന്നു ഫൈസൽ ബ്രദറെ, ഇത് ജിബ്രീലാണെന്നോ? അതാണ് ചോദ്യം ഫൈസൽ ഭായി, അതാണ് ചോദ്യം. ഇത് ജിബ്രീലാണെന്ന് ആരാ പറഞ്ഞത്? ജിബ്രീൽ പറഞ്ഞോ? അതല്ല, ഞാൻ ചോദിച്ച ചോദ്യം സത്യത്തിൽ മനസ്സിലായില്ല. കാരണം പിന്നെ ബർക്കത്തുൽ നൗഫല് മറ്റാളിനെ പറഞ്ഞു കൊടുത്തത് ഇത് മലക്കല്ല മാലാഖാണെന്നുള്ളത്. അപ്പൊ ആ മാലാഖന്റെ പേരില് ജിബിരി ബർക്കത്തുൽ നൗഫൽ അന്ന് പറഞ്ഞത് മോശന്റെ അടുത്ത് വന്നിട്ടുള്ള ഗബ്രിയേൽ എന്നാ പറഞ്ഞത്. ജിബ്രീലാക്കിയത് ആരാണ്? അതൊന്നും എനിക്ക് മനസ്സിലായാലേ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായ തെറ്റില്ല. അതായത് മോശന്റെ അടുത്ത് എപ്പോഴാ ഗബ്രിയേൽ വന്നത്? ബൈബിളിനകത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അന്ന് ബർക്കത്തുൽ നൗഫൽ പറഞ്ഞു കൊടുത്തത് അത് വർക്കാ പറയുന്നത്. അത് ഫൈസൽ ഭായി വർക്കാ പറയുന്നതല്ലേ, ബൈബിളിനകത്ത് അങ്ങനത്തെ കാര്യമൊന്നുമില്ലല്ലോ. അല്ല വർക്ക പറഞ്ഞല്ലാതെ വേറെ, പിന്നെ ഐഷബി ടെസ്റ്റ് ചെയ്തല്ലാതെ വേറെ, അല്ല ഖദീജബി ടെസ്റ്റ് ചെയ്തല്ലാതെ വേറെ തെളിവില്ലല്ലോ അത് മാലാഖാണോ മലക്കാണോ എന്നുള്ളത്. അപ്പൊ അന്ന് ബർക്കത്തുൽ നൗഫൽ പറഞ്ഞു കൊടുത്തത് തന്നെ മോശന്റെ അടുത്ത് വന്നിട്ടുള്ള ഗബ്രിയേൽ മാലാഖാണെന്ന് പറഞ്ഞത്. അത് പിന്നെ അവിടുന്നാണ് ജിബ്രീലായി മാറി എന്നുള്ള വല്ല അധ്യസം ഉണ്ടോ? അത് അറിവില്ല. പക്ഷെ ഇവിടുത്തെ 19-ാം അധ്യായത്തിൽ അതല്ല പ്രശ്നം കിടന്നത്. എനിക്ക് വളരെ പ്രോബ്ലം ആയിട്ട് തോന്നിയത് ഇവര് മലക്കാക്കുകയാണ്.
അവിടെ റസൂൽ എന്ന് അതിന് അത് എഴുതിയിരിക്കുന്നത്. അതാണ് അറബിയിൽ അതവിടെ വായിച്ചത് ഞാൻ. അതവിടെ ബ്രാക്കറ്റിലിട്ടാണ് ജിബ്രീൽ എന്നുള്ളത്. ഇവിടെ ഈ ഇത് ജിബ്രീൽ എന്നുള്ള പിന്നെ അള്ളാഹുവിന്റെ റോയിൽ നിന്ന് ഓതിയത് മലക്കിനെ പറഞ്ഞിട്ട് മലക്കിന്റെ പേര് ജിബ്രീൽ എന്നുള്ള അവിടെ ബ്രാക്കറ്റിലിട്ടതാ. അവിടെ പേര് പറഞ്ഞില്ല, മലക്കാണ് വന്നതെന്നുള്ളത്. കറക്റ്റാണ്. പക്ഷെ ഇന്ന് വേറൊരു കാര്യം കൂടെ ഞങ്ങൾ പഠിച്ചു. ഈ മലക്കുകൾക്ക് ഇവരുടെ വാദപ്രകാരം മനുഷ്യനാകാനും ഒരേ സമയം രണ്ട് നേച്ചറിലായിരിക്കാനും സാധിക്കും എന്ന് പഠിച്ചു. പക്ഷെ ഈ പറഞ്ഞ മുഹമ്മദിയർക്ക് ഒരിക്കലും വചനം മാംസം ധരിച്ച് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി യേശു ക്രിസ്തുവായി വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ഇവർക്കാകുന്നില്ല. ഇതാണ് ഇരട്ടത്തപ്പ്. ഇതാണ് നിങ്ങൾ മനുഷ്യനല്ലേ ആരാധിക്കുന്നത് ചോദിക്കുന്നു. ഇത് ഞങ്ങൾ വെളിവാക്കുകയാണിത്. കാരണം ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ പല അടവും നിങ്ങൾ ഉപയോഗിക്കും, നുണകളും ഉപയോഗിക്കും. നഹാസെ, ഇതൊന്നും ഉത്തരമല്ല കേട്ടോ. ഇത് കേൾവിക്കാർക്ക് ഇത് മനസ്സിലാകുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ മതവിശ്വാസം ഉപേക്ഷിക്കാൻ ആൾക്കാരെ ഇതുവഴിയായിട്ട് പ്രേരിപ്പിക്കും. ഇത് നിങ്ങൾക്ക് ഫിത്തന പോലെ തോന്നും. കാരണം ഇത് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചതാണ്. കാരണം ശ്രേഷ്ഠമായ എന്തോ ഉണ്ട്, ഒട്ടുക്കത്തെ കിതാബ് ഇതാണ്, ഇത് ഒട്ടുക്കത്തെ പ്രവാചകനാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിലോട്ട് വരണമെന്ന്. അതല്ല അതിന്റെ ഉദ്ദേശം. കാരണം എന്താ വെച്ചാല് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞിട്ടായാലും എന്തായാലും അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് പിന്നെ മറിയത്തിന്റെ വർജിൽ ഊതി കഴിഞ്ഞിട്ട് അതിൽ ജനിച്ച കുട്ടീന്റെ വാപ്പ അള്ളാഹു തന്നെ ആവുമല്ലോ. പക്ഷെ അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല നമുക്ക്. കാരണം ഇങ്ങപ്പുറത്തെ ആയത്ത് വേറുണ്ട്, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല, വേറൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. 112 കിടക്കുമല്ലേ, 112 അവിടെ കിടക്കുമല്ലേ. അതുകൊണ്ട് പാവങ്ങൾക്ക് ഇത് അള്ളാഹുവിന്റെ വൃത്തികേട് അവർക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. ഒരു സ്ത്രീയെ ഇത്രയധികം അപമാനിക്കുന്ന വേറെ വിശ്വാസം കണ്ടിട്ടുണ്ടോ? ഒരു സ്ത്രീയെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ മറിയം ബീവിയുടെ ആയത്ത് വെച്ച് ഒരു സെക്കൻഡ് ജോസഫ് ബ്രദറെ, ഈ മറിയം ബീവിയുടെ ഈ ആയത്ത് വെച്ച് മുഹമ്മദ് നബിയുടെ ആത്മാവ് എവിടെയാണ്? അയ്യോ, അങ്ങോട്ട് പോകല്ലേ ജോസഫ് ബ്രദറെ, നമ്മൾ വേറെ വിഷയത്തിലോട്ട് പോകും. ഞാൻ പറയാൻ വന്ന ഇതാണ്. ഈ മറിയം ബീവിയുടെ കാര്യം പറയുമ്പോൾ അള്ളാഹു അല്ല ഊതിയെന്നുള്ള അവരിങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇഖ്ലാസിൽ മറ്റേ 3-ാമത്തെ ആയത്തുണ്ടല്ലോ, അതാണ് അവര് മറ്റേത് സമ്മതിക്കാൻ ബുദ്ധിമുട്ട് പ്രോബ്ലം. അപ്പൊ പിന്നെ അവര് പറയേണ്ടി വരും ജിബ്രീലാണ് ഈ കൊച്ചന്റെ അപ്പൻ എന്ന് പറയേണ്ടി വരും. കാരണം ജിബ്രീലാണ് കാരണക്കാരൻ, ജിബ്രീലാണ് ഈ സ്ത്രീയുടെ ലൈംഗിക ഭാഗത്തിലോട്ട് ഊതിയത്. പക്ഷേ വേറൊരു പഠൻ വന്നിട്ടുണ്ട്, ഇസ്ലാമിക പഠൻ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ട് നാസിം ബ്രദർ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ പഠന്റെ ഒട്ട് പോവാം. ഈ 19-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, നിനക്ക് അതിപരിശുദ്ധനായ ഒരു കുഞ്ഞിനെ തരാമെന്നിരിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കി അല്ലൂഡ് ചെയ്താലും ഈ കുഞ്ഞിന്റെ അപ്പൻ ജിബ്രീലാണെന്ന് ഇവര് തന്നെ സമ്മതിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഈ നഹാസിലിട്ട് കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ഈ ബടന് മനസ്സിണക്കപ്പെട്ട ബടന് നമ്മളിപ്പം കൊടുക്കാമല്ലോ. ബടനെ എന്തോ ഉണ്ട്? ഹലോ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പറയൂ, എന്താണ് താങ്കൾക്ക് ഈ സ്ത്രീയെ ഇത്രയും അപമാനിക്കുന്ന ഈ ഖുറാന്റെ ആയത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേട്ടിട്ടുണ്ടോ ഈ ആയത്ത്? കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റൂഹ് അയച്ചിട്ട് ഒരു സ്ത്രീയുടെ അവളുടെ ഗുഹ്യഭാഗം സൂക്ഷിച്ച ഫർജഹ സൂക്ഷിച്ച ആ സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഊതുന്നു. കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ട് സഹോദരാ. എപ്പോഴാ കേട്ടെ? അത് ഖുറാനിലും ബൈബിളിലും എല്ലായിടത്തും ഉള്ള സംഭവമാണ്. ബൈബിളിനകത്തോ? ബൈബിളിൽ എവിടെയാ ഊതിയത്? എവിടെയാ ബൈബിളിനകത്ത് എവിടെ ഊതിയത്? ബൈബിളിനകത്തെ വചനം അപ്പൊ പിന്നെ എന്തോടെ വൃത്തികേട് പറയുന്നേ? സോറി പറഞ്ഞേ ബൈബിളിനകത്തുണ്ടെന്ന് പറഞ്ഞതിൽ സോറി പറഞ്ഞു. സോറി പറയടേ, ബൈബിളിനകത്തുണ്ടേ എന്ന് പറഞ്ഞതിൽ സോറി പറ. സോറി പറയടേ, നീ സോറി പറയാ, നിന്നെ മുന്നിലോട്ട് കൊടുത്തില്ല. ബൈബിളിനകത്ത് ഈ വൃത്തികേട് ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗത്തോട്ട് യോനിയിലോട്ട് ഊതി എന്ന് ബൈബിളിനകത്തുണ്ട് എന്ന് പറഞ്ഞ് വൃത്തികേട് പറഞ്ഞതിന് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയടേ സഹോദര. മാപ്പ് പറയടേ. സഹോദരനൊന്നും അല്ല, എന്നെ സഹോദരനൊന്നും ആക്കണ്ട. ബൈബിളിനകത്ത് ഇതുണ്ടെന്ന് വൃത്തികേട് പറയുന്നു, മ്ലേച്ഛത പറയുന്നു. നാണമില്ലാത്തവനെ നീ മ്ലേച്ഛത പറയുന്നു. ബൈബിളിനകത്ത് ഈ വൃത്തികേടുണ്ട്. സോറി പറയടേ, അതല്ലേ ഞാൻ പറഞ്ഞല്ലോ. സോറി പറ. ബൈബിളിനകത്ത് ഈ വൃത്തികേടില്ല. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി.
ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ബൈബിളിന്റെ അകത്ത് ഊതി എന്നില്ല. ഇനിയും വൃത്തികേട് പറയൂ. ഇനി വൃത്തികേട് പറയില്ല. ഈ ബൈബിളിന്റെ ഈ ബൈബിളിൽ പറയുന്ന ഞാൻ ഇവിടെ പറയാൻ വന്നത് ഞങ്ങൾ പറയാൻ വരുന്നതൊക്കെ പറയട്ടെ. ബൈബിളിനകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഈ ഖുറാനിലെ ഈ കള്ളപ്രവാചകനായ ഈസയും രണ്ട് പേരാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതവിടെ ഇരിക്കട്ടെ എന്നല്ല, അതാണ് വിഷയം. നമ്മളിപ്പോ ബർത്ത് നറേറ്റീവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബർത്ത് നറേറ്റീവിനെ പറ്റി എന്തുവാണ് ഖുറാൻ എന്തുവാ പറയുന്നത്? ഖുറാൻ എന്തുവാ പറയുന്നത്? എന്തുവാ? അതായത് താങ്കൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ ഞാനിവിടെ സംസാരിക്കാൻ. എന്തുവാ പഠിച്ചത്? ഏത് ഖുറാന്റെ ആയത്ത് ഏതാ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഖുറാന്റെ ആയത്ത് ഏതാണ് ബോസേ? എന്റെ ഇന്റർവ്യൂ എടുക്കാനല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആയത്ത് അറിയാമോ ഇല്ലയോ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഇന്റർവ്യൂ എടുക്കാനല്ല, താങ്കൾ പറയുന്നതിന് കൊറോബറേറ്റ് ചെയ്യണം. സംസാരിക്കാൻ വിടാൻ താങ്കളുടെ കൊങ്ങായിക്കൊന്നും ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഖുറാനകത്തെ ആയത്ത് ഏതാ ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തത്? പറയാൻ താങ്കൾ അനുവദിക്കുമോ? ഞങ്ങൾ ഖുറാന്റെ ഏതായത്താ ഇപ്പം ചർച്ച ചെയ്തോണ്ടിരുന്നേ? അതവിടെ ഇരിക്കട്ടെ എന്നല്ല, ഏത് ഖുറാന്റെ ആയത്താണെന്ന് പറയൂ. എന്നാ ഞാൻ താഴെ വരുന്ന കമന്റിൽ എഴുതാം. ഇതിലും അതാണ് നിങ്ങൾക്ക് നല്ലത്. മര്യാദക്ക് താഴെ പോയിരുന്ന് കമന്റ് ബോക്സിൽ എഴുത്. വെളിവ് വെള്ളിയാഴ്ച ഇല്ലാതെ വന്നിട്ട് ബൈബിളിനകത്തും അത് പറഞ്ഞിട്ടുണ്ടെന്ന് നാണമില്ലാതെ വൃത്തികേട് പറയുന്നു. ബൈബിളിനകത്ത് ഒരു സ്ത്രീയെ അപമാനിച്ച് അവളുടെ ഗുഹ്യഭാഗത്തോട്ട് ഊതിയെന്ന് ബൈബിളിനകത്ത് പറയുന്നു. ജിഹാദിനേക്കാളും വിഷമാണ് ഈ വക സാധനം. അതെ. അവനെ ഞാൻ നോർമൽ മുസ്ലിംസിനെ കാണുന്നതിലും താണ നിലവാരത്തിലേ ഞാൻ അവനെ കാണുന്നുള്ളൂ. ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാണക്കേട്. ഇതിലെ പണ്ട് അലൻ ജോസഫ് എന്ന് പറഞ്ഞൊരുത്തൻ ഇടയ്ക്ക് കയറി വന്നായിരുന്നല്ലോ, അവനെ പോലുള്ള ടൈപ്പാണോ ഇത്? ഇതാണ് കൊടും വിഷങ്ങള്. ഇങ്ങനത്തെ ഉള്ളവന്മാരാണ് കൊടും വിഷങ്ങൾ. ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് നോക്കാൻ, ആൾക്കാരെ ചിന്തിപ്പിക്കാൻ, അതിലേക്ക് കൊണ്ടുപോകാൻ തുനിയുന്നവരാണ് കൊടും വിഷം. നഹാസ, ഈ ഇവന്റെ പേര് ബാവോസ്. എന്റെ പൊന്നു ബാവോസ്, ഈ കേട്ടിരിക്കുന്നത് ഞങ്ങള് സാധാ മനുഷ്യര് നിന്നേക്കാളും വിവരമുള്ളവരാ. നീ വലിയ ഇംഗ്ലീഷ് കുറച്ച് എന്തോ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങള് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ താങ്കൾ ആരെ വെളുപ്പിക്കാൻ വന്നാലും ഇവിടെ വിത്ത് റെഫറൻസ് വെച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് വെളുപ്പിക്കാൻ വരണ്ട ബോവാസെ. വൃത്തികേട് പറയാതെ. ഹോളി സ്പിരിറ്റ് ഈസ് ഫെമിനിൻ, ഹോളി സ്പിരിറ്റ് ഇറ്റ് മാസ്കുലിൻ. ദൈവത്തിന് മെയിലോ ഫീമെയിലോ എന്നുള്ള കാര്യം ഉണ്ടോ ബോവാസെ? ഉണ്ടോ? ഇറ്റേണൽ ആയ ദൈവത്തിന് മെയിലോ ഫീമെയിലോ എന്നുള്ള വിഷയം ഉണ്ടോ? വൃത്തികേട് പറയുന്നത് ചുമ്മാ ഒരു കാര്യം അങ്ങ് സ്ഥാപിക്കാൻ നോക്കുക, എന്നിട്ട് വൃത്തികേട് പറയുന്നു. ഒരു വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് തെറ്റായി പോയി എന്ന് പോലും പറയാൻ കഴിവില്ലാതെ, ക്ഷമ ചോദിക്കാൻ കഴിയാതെ പിന്നെ അതിനെ വെളുപ്പിക്കാൻ നോക്കുക. അവിടെ അടങ്ങിയിരിക്കെ, താഴെ ഇരുന്ന് കമന്റ് ഇട്ടാ മതി മോനെ. ബൈബിളിനകത്തും അത് തന്നെ ഉണ്ടെന്ന് ഊതിയെന്ന് ബൈബിളിനകത്ത് പറയുന്നു. എവിടെ തെളിവ്? എവിടെ റെഫറൻസ്? എവിടെ? അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നാളമില്ലാതെ വൃത്തികേട് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ തെളിവിക്കാൻ നോക്കുക. അല്ല, ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നോക്കി, ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ നോക്കിയാൽ ഇങ്ങനൊന്നും ബൈബിളിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. തന്റെ ഫർജ് കാത്തു സൂക്ഷിച്ച, പിന്നെ ഗുഹ്യസ്ഥാനത്തെ കോതി, അങ്ങനെയൊന്നും ബൈബിളിലില്ലല്ലോ. ഇദ്ദേഹം എന്താ ആശയത്തിനാ വന്ന് കയറി ഉടനെ കയറിയത്? അദ്ദേഹം അവിടെ ഒരു നറേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോ തൽക്കാലം മടക്കി കൈവച്ച് ഇതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട് എന്റെ സുഹൃത്തെ. ഡിവൈൻ ഫെമിനിൻ ഞങ്ങൾക്ക് അതിന്റെ അറിയാമല്ലോ. അതൊരു ഭാഷയിൽ, ഇപ്പോ ഹിന്ദി ഭാഷയിൽ ചിലതിന് അതിന്റെ ജെൻഡർ, ജർമ്മനിൽ അതുണ്ട്, ഹിന്ദിയിലുണ്ട്. മേശ ആണായിട്ടാണ് കണ്ടാണ് കാണുന്നത്, മേശ കസേര പെണ്ണായിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ചില ഭാഷകളിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. അത് താങ്കൾ അതിന്റെ തിയോളജിയിൽ, അതിന്റെ ഓണ്ടോളജിക്കൽ എക്സിസ്റ്റൻസിൽ അത് ഫെമിനിൻ ആണെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ കൊണ്ടുവരുന്ന തന്റെ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. മേശ ആണാണോ? കസേര പെണ്ണാണോ? ഓണ്ടോളജിക്കൽ എക്സിസ്റ്റൻസിൽ അതില്ല. താങ്കൾ വെളിവില്ലാക്കി, താങ്കൾ ഇയാൾ എന്തോ അറിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇങ്ങോട്ട്. എബ്രഹാം ബ്രദർ കേൾക്കുന്നുണ്ടോ ഇത്? എബ്രഹാം ബ്രദർ അവനോട് ഖുറാന്റെ ആയത്ത് ചോദിച്ചപ്പം ഖുറാന്റെ ആയത്ത് എനിക്കറിയാം. അല്ല, അപ്പൊ അവനൊരു പുതിയത് എന്തോ എവിടെന്നോ, ഇത് ഞാനും വായിച്ച സംഗതിയാണ് നാസ്രീൻ ബ്രദറെ. അത് തൊട്ടൊന്നും ഇങ്ങോട്ട് ഇയാൾക്ക് അത് എന്തോന്ന് മനസ്സിലായി? ഓണ്ടോളജിക്കലി ഫെമിനിൻ ഉണ്ടോ?
ഗോഡ് ബീയിങ്ങിൽ ഓണ്ടോളജിക്കലി ദർ ഇസ് നോ മെയിൽ ഓർ ഫീമെയിൽ ഉണ്ടോ ബോവസെ? എഴുതിയിട്ടേനെ അവിടെ ഉണ്ടെങ്കിൽ എഴുതിയിട്ട് ബോവസെ. സത്യപ്രദറെ ഈ വർക്കത്ത് നൗഫലിന്റെ സെയിം ക്യാരക്ടർ അല്ലേ ഈ